ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും മാതാവാണ് ഹിന്ദുമതമെന്നാണ് വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ചത്. എല്ലാ മതവിശ്വാസങ്ങളിലുമുള്ള നന്മയെ ഹിന്ദുമതം പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് സ്വാമിജി പറഞ്ഞതിൻ്റെ യഥാർത്ഥമായ അർത്ഥം. എല്ലാ നന്മകളെയും പുൽകാൻ കഴിയുന്ന മതമാണ് ഹിന്ദുമതമെന്ന വസ്തുതയാണ് സ്വാമി ലോകത്തിന് ഇതിലൂടെ നൽകിയ സന്ദേശം. നദികൾ വിവിധ ചാലുകളിലൂടെ ഒഴുകി സമുദ്രത്തിൽ പതിക്കുന്നത് പോലെ എല്ലാ വിശ്വാസധാരകളും ഏകമായ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സത്യം. ആ സത്യത്തെ നമുക്കാർക്കും നിഷേധിക്കാനും സാധ്യമല്ല. അതാണ് ഭാരതീയ ദർശനത്തിൻ്റെ കാതലെന്നും സ്വാമി വിവേകാനന്ദൻ ആ പ്രസംഗത്തിൽ പറയുന്നു. ഭാരതം ഒരിക്കലും മാറ്റി നിർത്തപ്പെടലിൻ്റെ തത്വശാസ്ത്രത്തെ സ്വീകരിച്ചിട്ടില്ല. സമന്വയത്തിൻ്റെ രീതി ശാസ്ത്രമായിരുന്നു, നീതിശാസ്ത്രമായിരുന്നു നമ്മുടെ നാട് എക്കാലവും മുന്നോട്ട് വച്ചത്. എത്ര വിശ്വം ഭവത്യേക നീടം എന്ന് വേദങ്ങൾ പ്രഘോഷിക്കുന്നു. ലോകം മുഴുവൻ ഒരു പക്ഷിക്കൂട് പോലെയാണ്. ലോകം എന്നുള്ളത് അതിവിശാലമായ ഈ ലോകം മാനവരാശിയെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള കരുത്തുള്ളതാണ്. ഇതിന് അതിർവരമ്പുകളില്ല. ഇന്നാണല്ലോ നമ്മൾ ആഗോളവൽക്കരണത്തെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് അതിർവരമ്പുകളില്ലാത്ത ലോകത്തെ പറ്റി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഉയർത്തിപ്പിടിച്ച ഒന്നാണ്. അപ്പോൾ ലോകത്തുള്ള മനുഷ്യരും ജീവജാലങ്ങളും മുഴുവൻ ഒരുമിച്ച് വസിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. മതസമന്വയം എന്ന സങ്കല്പം ആദ്യം മുന്നോട്ട് വച്ചത് ഭാരതം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കടന്നു വന്ന എല്ലാ വിശ്വാസധാരകളെയും നമ്മൾ ഒരുപോലെ സ്വീകരിച്ചു. ഏകം സദ്, ഏകം സത്യമാണ്. ആ സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സങ്കല്പമാണ് ഭാരതമെന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അപരനെ ശത്രുവായി കാണുക, അപരനെ ദ്വേഷിക്കുക, അപരനെ വെറുപ്പോടെ നോക്കുക എന്നുള്ളതല്ല. അപരവിശ്വാസികൾക്ക് നേരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നും ചെയ്യുന്നത് ഭാരതീയമല്ല. ആ വിശ്വാസം എന്നും നമ്മളെ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാ മനസ്സുകളും ഒരുമിക്കട്ടെ, എല്ലാ ഹൃദയങ്ങളും ഒരുമിക്കട്ടെ, എല്ലാ പ്രവൃത്തികളും ഒന്നിച്ചാകട്ടെ, ഒരിക്കലും പരസ്പരം വിദ്വേഷമുണ്ടാകാതിരിക്കട്ടെ, ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം, എല്ലാവരും ഒരുമിക്കട്ടെ എന്ന ദർശനമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ സംസ്കാരം മുന്നോട്ട് വച്ചത്. ഭാരതത്തിലേക്ക് കടന്നു വന്ന ഒരു വിശ്വാസധാരകളെയും മതവിശ്വാസങ്ങളെയും നമ്മൾ അകറ്റിയില്ല. അതെല്ലാം ഈ മണ്ണിൽ തന്നെ ഇഴുകിച്ചേർന്നു എന്നുള്ളതും നമ്മുടെ പ്രത്യേകതയാണ്. ഇതിൻ്റെ ഭാഗമായി മാറിയത് ഒരുമയുടെ തത്വചിന്ത എക്കാലത്തും നമ്മുടെ മനസ്സിലും രക്തത്തിലും അലിഞ്ഞു ചേർന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരുമയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബഹുസ്വരത എന്ന ആശയമാണ് ഈ രാഷ്ട്രത്തെ എക്കാലവും നിലനിർത്തിയിട്ടുള്ളത്. വിവിധ ആശയങ്ങളും വിവിധ മതങ്ങളും വിവിധ മതവിശ്വാസങ്ങളും വിവിധ ജീവിത രീതികളും വിവിധ ഭക്ഷണക്രമങ്ങളും വേഷവിധാനങ്ങളും ഇവയെല്ലാം ചേരുന്ന വിവിധ സംസ്കാരങ്ങളുടെ ഏകത്വമാണ് ഭാരതം എന്ന ഈ രാജ്യം. ഒരു പക്ഷേ ഇതുപോലൊരു മറ്റൊരു രാജ്യം ഈ ഭൂമണ്ഡലത്തിലുണ്ടോ എന്ന സംശയമാണ്. ഇന്ന് ഭാരതമെന്നാൽ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും എന്നാണ് അർത്ഥമാക്കേണ്ടത്. സനാതനധർമ്മത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അന്തർധാരയും അടിസ്ഥാന സവിശേഷതയും
ബഹുസ്വരത എന്ന സങ്കല്പം നഷ്ടപ്പെടുത്തുകയാണ്. ഭാരതമെന്ന ഇന്ത്യ ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടേതുമാണ്. എല്ലാവരും ഭാരതീയരാണ്. അതിൽ കുറഞ്ഞ അളവും കൂടുതലും കുറവുമില്ല. അതാണ് എന്നും ഭാരതം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മഹത്തായ സങ്കല്പം. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്ക് ഇട നൽകുന്നതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡിസെന്റ്, അതാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ആ ഡിസെന്റ് ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യത്തിന് കരുത്തുണ്ടാകുന്നത്. യു ക്യാൻ എഗ്രി ടു ഡിസഗ്രി എന്നുള്ള ചിന്ത പോലും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ആസ്തികരും നാസ്തികരും ആജ്ഞേയവാദികളും ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കാരണം വിയോജിപ്പുകൾക്ക് അവിടെ സ്ഥാനം എന്നും കൽപ്പിച്ചിരുന്നു എന്നതാണ് വസ്തുത. ഭരതനോട് പോയ ശ്രീരാമൻ ചോദിച്ചത് നീ ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ശ്രീരാമൻ എത്ര ഉദാത്തമായൊരു ചോദ്യമാണ് തന്നെ കാണാൻ വന്ന ഭരതനോട് ചോദിച്ചത് എന്ന് നമ്മൾ കാണണം. വിയോജിപ്പുകളുള്ളവരെ ബഹുമാനിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുക എന്ന ഭാരതീയതയുടെ അവിഭാജ്യ ഘടകമാണ്. നാസ്തികനോ മതമുള്ളവനോ ഇല്ലാത്തവനോ ആരായാലും ഈ സംസ്കാരത്തിൽ അവനൊരിടമുണ്ട്, അവനൊരു സ്ഥാനമുണ്ട്, അവൻ്റെ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ചരിത്രാതീത കാലം മുതൽ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യമാണ്. മതം മനുഷ്യന് നവീകരണത്തിനുള്ള ഉപാധിയാണ്. ശ്രീനാരായണ ഗുരുദേവന് ചട്ടമ്പിസ്വാമികളടക്കമുള്ള ആത്മീയ നേതാക്കന്മാർ മതത്തെ ആത്മീയോത്കർഷത്തിനുള്ള ഉപകരണമാക്കി മാറ്റി. അതുകൊണ്ടാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. മുങ്ങിക്കുളിച്ച ഒരു കല്ലെടുത്തുകൊണ്ട് ശിവനായി പ്രതിഷ്ഠിച്ചപ്പോൾ അതിലൂടെ നൽകിയ സന്ദേശം എത്ര വലുതായിരുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സോദരത്തേനെ വാഴുന്ന ഒരു മാതൃകാ സ്ഥാപനത്തെയാണ് ഗുരുദേവന് സ്വപ്നം കണ്ടത്. അത് കേരളീയ സമൂഹത്തിൽ വരുത്തിയ വൻപിച്ച മാറ്റം ഇന്നും നമ്മൾ ഓർക്കേണ്ടതാണ്. സർവരും എന്ന വാക്കാണ് അതിൽ പ്രധാനപ്പെട്ടത്. എന്ന് വെച്ചാൽ ഗുരുദേവൻ പറഞ്ഞത് ആരും ഇവിടെ മാറ്റി നിർത്തപ്പെടുന്നില്ല, ആരെയും ഒഴിവാക്കി നിർത്തുന്നില്ല. അദ്വൈതിയായിരുന്ന ഗുരുവിന് സർവരും ഒരേ പ്രകാശത്തിൻ്റെ ബഹുസ്ഫുരണങ്ങളായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആരെയും മാറ്റി നിർത്തപ്പെടാതെ എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുന്ന മഹത്തായ സന്ദേശം ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്തിന് നൽകി. മറ്റു മതങ്ങളോടുള്ള വിദ്വേഷവും മറ്റു വിശ്വാസധാരകളോടുള്ള ഹിംസാത്മകമായ സമീപനവും ഒരിക്കലും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ലോകത്തുള്ള എല്ലാ മതങ്ങളും നിലകൊള്ളുന്ന ഭൂമിയാണ് ഭാരതം മാറിയത് ഈ സവിശേഷതകൾ കൊണ്ടാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ചിന്താധാര സനാതനധർമ്മമായ ഹിന്ദുമതത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, അതുകൊണ്ടാണ് ലോകത്തിന് മുഴുവൻ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ഹിന്ദുമതത്തിന് നിലനിൽക്കാൻ കഴിയുന്നത്. മതം ആത്മീയമായി ഉപയോഗിക്കപ്പെടണം, ഒരിക്കലും അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടാൻ പാടില്ല. ആത്മീയമായി ഉപയോഗിക്കപ്പെടുമ്പോൾ മതം വിമോചനത്തിനുള്ള മാർഗവും രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുമ്പോൾ അത് ഹിംസാത്മകവുമാകുന്നു. ആത്മീയത മനുഷ്യനെ മറ്റുള്ളവരുമായി ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്നു. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരൻ്റെ സുഖത്തിനായി വന്നു ചേരുന്നത് അപ്പോഴാണ്. വാദിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല ആത്മീയത, മറിച്ച് അറിയിക്കാനും വേണ്ടിയാണെന്ന് ഗുരുദേവൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. രാഷ്ട്രപിതാവ് ചൊല്ലുന്ന, മഹാത്മജി ചൊല്ലുന്ന പ്രാർത്ഥനാ ഗീതം ഭാരതത്തിലെ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തെ സ്പർശിക്കേണ്ടത് തന്നെയാണ്.
ഈശ്വര അള്ള തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ. എല്ലാവർക്കും ഏത് പേരിൽ വിളിച്ചാലും അത് ദൈവം തന്നെയാണ്. ഇവിടെ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു, ബ്രഹ്മത്തെപ്പറ്റി പറഞ്ഞു. തീർച്ചയായും എല്ലാ മനുഷ്യർക്കും നല്ല ബുദ്ധി ഉണ്ടാകുമ്പോഴാണ് ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ബുദ്ധി നശിച്ചാൽ പിന്നെ എല്ലാം നശിച്ചു. അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ള മനുഷ്യരായി മാറുമ്പോഴാണ് ആത്മീയത നമ്മളെ ഉണർത്തുന്നതും ഒരുമിച്ച് മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത്. ആ നല്ല ബുദ്ധിയോടെ പ്രവർത്തിക്കാനും സമൂഹത്തെ ചേർത്ത് നിർത്താനും എല്ലാ മനുഷ്യരുടെയും നന്മകളെ ആദരിക്കാനും കഴിയുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിന്ദുമതം അതുകൊണ്ട് തന്നെയാണ് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ നിൽക്കുന്നത്. ഏതെല്ലാം മതവിശ്വാസങ്ങൾ ഭാരതത്തിലേക്ക് കടന്നു വന്നു. ആ മതവിശ്വാസങ്ങളെ സഹിഷ്ണുതയോടെ നോക്കിക്കാണാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞ ദർശനമാണ് ഹിന്ദുമതം എന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്. ലോകം മുഴുവൻ ഈ മതത്തിൻ്റെ പ്രത്യേകത നിറഞ്ഞു നിൽക്കുന്ന അതുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ തപിക്കുന്ന ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് മനുഷ്യനാകുന്നത്. മറ്റുള്ളവരുടെ വേദനയിൽ മനസ്സുരുകുമ്പോഴാണ് ഓരോ വ്യക്തിയും മനുഷ്യനായി മാറുന്നത്. അവിടെ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കാൻ നമ്മളെ ഹിന്ദുമതം പഠിപ്പിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകത്തിന് മുഴുവൻ സുഖം പകരുക, ലോകത്തിൽ ജീവിക്കുന്ന സർവ്വചരാചരങ്ങൾക്കും മനുഷ്യകുലത്തിനും സന്തോഷം പകരുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ആത്മസൗഖ്യം നേടാൻ സാധിക്കുന്നത്. ആ മഹത്തായ സന്ദേശമാണ് ഹിന്ദുമതം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഹിന്ദുമതത്തിന് പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞ് സ്വാമിജി പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആ പോരായ്മകൾക്കൊക്കെ അപ്പുറത്ത് ഉയർന്നു നിൽക്കുന്നത് മഹത്തായ വിശാലമായ ചിന്തയും അതിവിശിഷ്ടമായ ലോക സൗഹാർദ്ദത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ചിന്തയുമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ശ്രീ PS നായരെ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. 114 ഹിന്ദുമത പരിഷത്തിന് സർവമംഗളങ്ങളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.